ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് നല്ല അടിപൊളി അയക്കോർത്തല മുളകിട്ടത് കണ്ടാലോ. അതിലേക്ക് ആവശ്യമായി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള ഇട്ട് നല്ല വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ലേശം വെളുത്തുള്ളിയും ഒരു തണ്ട് കരിവേപ്പിലയും ലേശം ഇഞ്ചിയും ഇട്ട് നല്ല യോജിപ്പിച്ച് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അത് 2 മിനിറ്റ് അടിച്ച് വെക്കുക. അപ്പം അതിലുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ പുളിവെള്ളം, കറിയിലേക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേറെ വെള്ളം ആഡ് ചെയ്യരുത്. പുളിവെള്ളം ഒഴിച്ച് നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങി വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീനിട്ട് നല്ല തിളച്ചതിന് ശേഷം അടിപൊളി ടേസ്റ്റാണ്. ഈ വെള്ളം അതിലേക്ക് വേറെ ഒഴിച്ച് കൊടുക്കരുത്, ഈ പുളിവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. തിളച്ച് വരുമ്പോൾ മീൻ അതിലേക്ക് ഇട്ടതിന് ശേഷം അയക്കോർത്തല കറി റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്നിങ്ങനെ ചെയ്ത് നോക്കൂ. ചെയ്തതിന് ശേഷം കമൻ്റ് അറിയിക്കുക. അസ്സലാമു അലൈക്കും.